മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷിനയുടെ ആരോഗ്യാവസ്ഥ മോശമെന്ന് ഭർത്താവ് അഷ്റഫ്. കത്രിക കുടുങ്ങിയ സ്ഥലത്ത് പഴുപ്പുണ്ടായതാണ് നിലവിലെ പ്രശ്നമെന്നും അഷ്റഫ് പറഞ്ഞു. അന്ന് വീട്ടിൽ നിന്ന് പെയിൻ വന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു. ഹോസ്പിറ്റലായിരുന്നു പോയത്. ഹോസ്പിറ്റലിൽ അവിടുന്ന് അർജൻറ്റ് സർജറി പറഞ്ഞായിരുന്നു. CT സ്കാനിൽ അവിടെ ഒരു ഗ്രോത്ത്, ഒരു വളർച്ച വരുന്നുണ്ട്. അത് ഉടനെ സർജറി ചെയ്ത് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അന്ന് ആ ഒരു സർജറിക്കുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ വീണ്ടും അന്നൊരു ഡേറ്റ് വീണ്ടും 11-ാം തീയതി തന്നെ, ഈ മാസം 11-ാം തീയതി. ഇപ്പോഴും സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്. ഇതുവരെ എന്താ പറയുക, ഈ ചികിത്സൻ്റെ പിന്നിൽ 5-6 വർഷത്തോളം നമ്മൾ ഇതിൻ്റെ പിന്നിൽ തന്നെയാണ്. അപ്പം എൻ്റെ ജോലി സംബന്ധമായ എൻ്റെ ബിസിനസ്സും എല്ലാം എന്താ പറയുക, ഒരു നിന്നുപോയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. തുടർ ചികിത്സയ്ക്കായി ക്രൗഡ് ഫണ്ടിംഗ് നടത്താൻ സമരസമിതി ഈ മാസം 15 മുതൽ പൊതുജനങ്ങളിൽ നിന്ന് സഹായം തേടാൻ തീരുമാനിച്ചതായി ഹർഷീന സമരസമിതി ചെയർമാൻ പറഞ്ഞു. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ അത്ഭുതമാണ് തോന്നുന്നത്. വീണ്ടും വീണ്ടും ഇതിങ്ങനെ സഹിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരവസ്ഥ. ക്രൗഡ് ഫണ്ടിംഗ് വേണ്ടി വരുന്നു തുടർ ചികിത്സയ്ക്കായി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഹർഷീനയ്ക്ക് തുടർ ചികിത്സയ്ക്ക് പണമില്ല, അതിനായി ക്രൗഡ് ഫണ്ടിംഗ് നടത്തേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഹർഷീനയുടെ ഭർത്താവ് നമ്മളോട് പറഞ്ഞത്. അതുമാത്രമല്ല, ആ മുറിവിൽ കത്രിക കുടുങ്ങിയ സ്ഥലത്ത് പഴുപ്പുണ്ടായതാണ് ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നത്തിന് കാരണം. വർഷങ്ങളായി ഇതിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രശ്നങ്ങൾ ഇതിന് പുറകെ നടക്കുമ്പോഴൊക്കെ തന്നെ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യവുമുണ്ട്. വരുമാന മാർഗം മറ്റൊന്നുമില്ല. ഈ മാസം മുതൽ 15-ാം തീയതി മുതൽ പൊതുജനങ്ങളിൽ നിന്ന് ക്രൗഡ് ഫണ്ടിംഗ് നടത്തി തുടർ ചികിത്സ അതിനുള്ള വഴിയാണ് ഇപ്പോൾ തേടുന്നത് എന്നാണ് ഹർഷീനയുടെ ഭർത്താവ് അഷ്റഫ് നമ്മളോട് പറഞ്ഞത്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.